കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാൽ അവരുകളാണ്. കെപിസിസിയുടെ നേതൃത്വം ഏറ്റെടുത്ത് സണ്ണി ജോസഫ്. വർക്കിംഗ് പ്രസിഡന്റുമാരായി പി.സി. വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, എ.പി. അനിൽകുമാർ. ടീമായി മുന്നോട്ടെന്ന് സണ്ണി ജോസഫ്. ടീം സണ്ണി യു.ഡി.എഫിനെ അധികാരത്തിലെത്തിക്കുമെന്ന് കെ.സി. വേണുഗോപാൽ. ഇന്ത്യ പാകിസ്ഥാൻ സൈനികതല ചർച്ച വൈകുന്നു. DGMOമാരുടെ ചർച്ച വൈകിട്ടത്തേക്ക് മാറ്റിയതായി വിവരം. അതിർത്തികൾ ശാന്തം. അടച്ചിട്ട വിമാനത്താവളങ്ങൾ തുറന്നു. സിംല കരാർ ലംഘിച്ച് മൂന്നാം കക്ഷി ഇടപെട്ടോ എന്ന ചോദ്യമുന്നയിച്ച് കോൺഗ്രസ്. പതിനാല് വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിച്ച് വിരാട് കോഹ്ലി. വിവാദങ്ങൾക്ക് വിരാമമിട്ട് ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. രാജ്യാന്തര ക്രിക്കറ്റിൽ കോഹ്ലിയെ ഇനി കാണുക ഏകദിനത്തിൽ മാത്രം. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി അല്പസമയത്തിനകം. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേസിൽ കേഡൽ ജെൻസൺ രാജ ഏകപ്രതി. വിധി പറയുന്നത് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി. അമേരിക്ക ചൈന തീരുവ തർക്കത്തിന് താൽക്കാലിക പരിഹാരം. പുതിയ തീരുവകൾ 90 ദിവസത്തേക്ക് പിൻവലിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നിരക്ക് 145 നിന്ന് 30 ആക്കി കുറച്ചു. കെപിസിസി അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ കെ സുധാകരനാണ് ചുമതല കൈമാറിയത്. UDF കൺവീനറായി അടൂർ പ്രകാശും കെപിസിസിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി പി.സി. വിശ്വനാഥ്, എ.പി. അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും ചുമതലയേറ്റെടുത്തു. പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിക്ക് പുറമെ പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ PCC അധ്യക്ഷന്മാരും ചടങ്ങിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, വർക്കിംഗ് പ്രസിഡന്റന്മാര് എന്താ എന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, വർക്കിംഗ് പ്രസിഡന്റന്മാര് മാത്രമല്ല, അവര് ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അതിവരെ 3 പേരെ ഉദ്ദേശിച്ചാണ്. വർക്കിംഗ് പ്രസിഡന്റന്മാർ, ദേ വിൽ ബി ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ്. സധൈര്യം പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും. അതുപോലെ ഒന്നുകൂടി ആ ഹാർഡ് വർക്ക് കപ്പിൾഡ് വിത്ത് ടീം വർക്ക്, കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായിരിക്കും നമുക്ക് കേരളത്തിൽ ആവശ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾക്ക് ചർച്ചകളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകുവാൻ വേണ്ടിയല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം കൊടുക്കണം. നിങ്ങൾക്ക് ഏവർക്കും ഏതവസരത്തിൽ എന്നെ നിയന്ത്രിക്കാം, എന്നോട് കാര്യങ്ങൾ പറയാം, നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ കേരളത്തിൽ ഇനിയുള്ള നാടുകൾ എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. ബഹുമാന്യായ ദീപദാസ് മുൻഷിയോടൊപ്പം അവിടെ AICC സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്, KPCCയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും ആഹ്ലാദവും സന്തോഷവും ഉള്ളൊരു കാര്യമാണ്. ഇന്ന് ശ്രീ A.P. അനിൽകുമാറിനോടും ഷാഫി പറമ്പിലിനോടൊപ്പം ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ തോതിൽ അഭിമാനിക്കുന്നു. ഇനി അതിന് പ്രാപ്തരാക്കിയ എല്ലാ നേതാക്കന്മാരെയും, ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. കെ സുധാകരൻ എന്ന അധികായനായ നേതാവിന്റെ കയ്യിൽ നിന്ന് റിലേ ബാറ്റൺ ഏറ്റെടുത്തിട്ട് അതിനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള നിയോഗമാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ പഴയത് മോശമായതുകൊണ്ടല്ലല്ലോ കടന്നു വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മികച്ച വിജയങ്ങൾ, മികച്ചതായ രീതിയിൽ പാർട്ടി തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്ന ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകന്റെ മനോവീര്യം കാത്ത നേതൃത്വം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വിജയത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കാൻ അനുഗ്രഹാശിസുകളോട് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് MLA നമ്മുടെ PCC പ്രസിഡന്റായിട്ട് ഈ റിലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയും വിജയകരമായി ഓടിത്തീർക്കാൻ വേണ്ടിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. ശ്രീ അടൂർ പ്രകാശ്, ശ്രീ പി.സി. വിശ്വനാഥ്,
ശ്രീ ഷാഫി പറമ്പിൽ ഞങ്ങളല്ല, ഞങ്ങളോടൊപ്പം തന്നെ ചാർജ് എടുക്കുന്നത്, ചുമതലയെടുക്കുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൂടിയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞു. കാരണം നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ഒരുമിച്ച് ചേർന്നൊരു ഉത്തരവാദിത്വം, ഒരു വഴി വെട്ടുവാൻ, വഴി തുറക്കുവാൻ. ആ വഴി വെട്ടുന്നത് മറ്റൊന്നിനുമില്ല, ആ വഴി വെട്ടിക്കൊണ്ട് കേരളത്തിലെ ഇടതു മുന്നണി അധികാരത്തിൽ നിന്ന് ആ വഴിയിലൂടെ പുറത്തേക്ക് പറഞ്ഞയക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി ചുമതലയേറ്റു. വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ എന്നിവരും ചുമതലയേറ്റു. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിച്ച നേതാക്കളുടെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത് ഇനി KPCCയിൽ സണ്ണി ഡേയ്സ് എന്നൊക്കെയാണല്ലോ. അതായത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ പറ്റും, UDF-നെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ പറ്റും എന്ന്. തീർച്ചയായിട്ടും മഞ്ജുഷ്, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം KPCC ആസ്ഥാനത്ത് നടന്ന ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം നിറഞ്ഞിരിക്കുന്ന ചടങ്ങായി ഇന്നത്തെ ഈ പുതിയ നേതൃത്വത്തിന്റെ സ്ഥാനമേറ്റെടുത്ത ചടങ്ങിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നേതാക്കളൊക്കെ ഈ ചടങ്ങിനെ കണ്ടത്. നേതാക്കളും പ്രവർത്തകരുമൊക്കെ തിങ്ങി നിറഞ്ഞ ഹാളിലായിരുന്നു പരിപാടി നടന്നത്. ഒറ്റ വികാരമാണ് അവിടെ ഉയർന്നത്, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് ചിഹ്നത്തിലെ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ ഒറ്റക്കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അത് നമ്മൾ ഒരുമിച്ച് പോകണമെന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം ഉറപ്പാകുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പൊതുവിൽ പങ്കുവച്ചത്. അത്തരം ഐക്യം, ഒറ്റക്കെട്ടായുള്ള മുന്നോട്ട് പോക്കുണ്ടാകുമെന്ന ഉറപ്പാണ് പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും കോൺഗ്രസ് നേതൃത്വം നൽകിയത്. KPCC അധ്യക്ഷനായിരുന്ന സുധാകരന്റെയും സ്ഥാനമൊഴിഞ്ഞ മുന്നണി കൺവീനർ MF ഹസന്റെയും ഒക്കെ പ്രവർത്തകർ നേതാക്കൾ ഒറ്റക്കെട്ടായി അഭിനന്ദിച്ചു. സുധാകരൻ പക്ഷേ തന്റെ കാലത്ത് പാർട്ടിക്കുണ്ടായ, സംഘടനയ്ക്കുണ്ടായ വളർച്ച, അത് കോൺഗ്രസിന് മാത്രമല്ല KS ഉൾപ്പെടെയുള്ള പോഷക സംഘടനകൾക്കുണ്ടായ വളർച്ച എണ്ണിപ്പറഞ്ഞ് ആണ് അദ്ദേഹം സംസാരിച്ചത്. വലിയ നേട്ടം അക്കാലിൽ ഉണ്ടായെന്ന് K സുധാകരൻ അവകാശപ്പെട്ടു. ഏതാണ്ട് സംസ്ഥാന നേതാക്കളൊക്കെ K സുധാകരന്റെ കാലത്ത് പാർട്ടി വലിയ രീതിയിൽ മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് വ്യക്തമാക്കിയതും. ഏതായാലും വലിയ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുള്ള യാത്രയിൽ ഒരുമിച്ച് നിൽക്കണമെന്നൊരു ആഹ്വാനമാണ് ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഏറ്റവും ശ്രദ്ധേയമാക്കിയത്. K സുധാകരൻ മാറി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് KPCCയുടെ അമരത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തോടൊപ്പം AP അനിൽകുമാറും PC വിശ്വനാഥും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും വർക്കിംഗ് പ്രസിഡന്റുമാരായും ചുമതലയേൽക്കുന്നു. ഉമ്മൻചാണ്ടിയുടെയും K കരുണാകരന്റെയും R ശങ്കറിന്റെയും ഒക്കെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് നേതാക്കൾ ഓരോരുത്തരും സംസാരിച്ചത്. അവരുടെ കാലത്തതുപോലെ നല്ല കാലത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരും എന്ന ഒരു ഉറച്ച പ്രതീക്ഷയാണ് പൊതുവിൽ ഉയർന്നു കേട്ടത്. K മുരളീധരന്റെ വാക്കുകളാണ് അല്പമെങ്കിലും നമുക്കതിൽ ഈ ഐക്യം പറയുമ്പോഴും ഐക്യമെന്ന് പറഞ്ഞാൽ പോരാ, അത് ഐക്യം ജനങ്ങൾക്ക് ബോധ്യമാകണം, ഐക്യം ഉണ്ടാകണം. ഇപ്പോഴും ഞങ്ങൾ ഒറ്റക്കെട്ടെന്ന് പറഞ്ഞാൽ അത് എന്തോ സംശയമുള്ളതുപോലെ തോന്നുന്ന ഒരു കുത്ത് അവിടെ K മുരളീധരൻ പതിവ് പോലെ നൽകി. KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. K സുധാകരന്റെ ഇന്നത്തെ പ്രസംഗവും ശ്രദ്ധേയമായിരുന്നു. വിടവാങ്ങൽ പ്രസംഗത്തിൽ നേട്ടങ്ങൾ എണ്ണിപ്പറയുകയായിരുന്നു സുധാകരൻ. താൻ അധ്യക്ഷനായപ്പോൾ നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത്, കോട്ടകൾ ഉണ്ടായിട്ടില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. എല്ലാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞു. നിർഭാഗ്യവശാൽ ചേലക്കര നഷ്ടമായി. തെരഞ്ഞെടുപ്പിൽ CPM ഭൂരിപക്ഷം കുറയ്ക്കാനായി. പാർട്ടിയെ ജനകീയമാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ക്യാമ്പസുകളിൽ KSUവിന്റെ തിരിച്ചുവരവ് നടന്നുവെന്നും K സുധാകരൻ പറഞ്ഞു. ഇരട്ടച്ചക്കരോട് നോ കോംപ്രമൈസ് എന്നും K സുധാകരൻ. കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും സമരോന്മുഖമായ സമരമാർഗത്തിലൂടെ കൂടുതൽ ജനകീയമാക്കാനും എനിക്ക് കഴിഞ്ഞു. നിയമസഭാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചിരുന്നു. ആ നിലയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അതിന് നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നത് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചാരിതാർത്ഥ്യത്തിന്റെ കാലഘട്ടമാണ്. പരാജയപ്പെട്ടെങ്കിലും CPM-ന്റെ ഭൂരിപക്ഷം അവരുടെ കോട്ടയിലും കുത്തനെ കുറക്കാൻ 40,000 വോട്ടായിരുന്നു ആദ്യത്തെ ഭൂരിപക്ഷം. അത് 13,000-ലേക്ക് താഴ്ത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. നമ്മൾ മുൻപോട്ടേ പോയിട്ടുള്ളൂ, പിറകോട്ട് പോയിട്ടില്ല. എന്റെ കാലയളവിൽ ഞാൻ അവകാശപ്പെടുന്നു, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പിന്തുണയോടുകൂടി എനിക്കുണ്ടാക്കാൻ സാധിച്ചത് നേട്ടം മാത്രമാണ്, കോട്ടമില്ല എന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറയാനുള്ള നഷ്ടം എനിക്കുണ്ട്. അത് വിശ്വാസം കൊണ്ടാണ്, സാധ്യബോധം കൊണ്ടാണ്. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ തിരികെ എത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറപ്പ് നൽകിയത്. അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇക്കാര്യം ഉറപ്പായി നൽകുകയാണെന്നും VD സതീശൻ പറഞ്ഞു. ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത സുശക്തമായ രണ്ടാം നിരയാണ് കോൺഗ്രസിന് ഉള്ളതെന്നും സതീശൻ അവകാശപ്പെട്ടു.
ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നേട്ടങ്ങളും നമുക്ക് കഴിഞ്ഞ 4 വർഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു. തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സുധാകരേട്ടന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ നേതൃത്വം കടന്നു വന്നത്. അതെല്ലാം ആത്മവിശ്വാസം തിരികെ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ച് വീണ്ടും അധികാരത്തിലെത്താം എന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞുവെന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. വാക്കുകളിലെ അച്ചടക്കവും വാക്കുകളിലെ തെളിമയും വാക്കുകളിലെ ആഴവുമാണ് സണ്ണി ജോസഫിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. കണ്ണൂരിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ നിർണായക പങ്ക് വഹിച്ചയാളാണ് സണ്ണി ജോസഫ് എന്ന് കെ സി വേണുഗോപാൽ. ടീം വർക്കിലൂടെ മാത്രമേ കോൺഗ്രസ് എക്കാലത്തും ജയിച്ചിട്ടുള്ളൂ. ടീമായി നിന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF വിജയിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലേത് കോൺഗ്രസുകാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും അടുത്ത ഭരണമാണെന്നും കെ സി വേണുഗോപാൽ. സണ്ണി ജോസഫ് മുഖവിലകൾ ആവശ്യമില്ലാത്ത നേതാവാണ്, മൃദു സമീപനക്കാരൻ. പക്ഷേ ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന ധീരനായ പോരാളി. സണ്ണിയോടൊപ്പം UDFന്റെ കൺവീനറായി MMS നേരത്തെ സൂചിപ്പിച്ചു. വളരെ മനോഹരമായിട്ട് UDFന്റെ കൺവീനർ എന്ന നിലയിൽ എല്ലാവരെയും ഏകോപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഒരു പരാതിയും ആർക്കുമില്ലാത്തവണ്ണം നന്നായി മുന്നോട്ട് പോയി. എന്ന് വടകരയിൽ കാലുകുത്തിയോ അന്നു മുതൽ ഷാഫി പറമ്പിലിന്റെ ഗ്രാഫ് ഉയർന്നുവെന്ന് കെ മുരളീധരൻ. താൻ തൃശൂർക്ക് മാറിയതു മുതൽ തന്റെ ഗ്രാഫും പ്രതാപന്റെ ഗ്രാഫും പോയെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാലുകുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി, കൂടെ പ്രതാപന്റെ ഗ്രാഫും. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തമ്മിലുള്ള നിർണായകമായ ചർച്ച വൈകുകയാണ്. ഇന്ന് രാവിലെയാണ് DGMOമാർ തമ്മിലുള്ള ചർച്ച വെച്ചിരുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത സേനാ മേധാവിയും 3 സൈനിക മേധാവിമാരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട രാജ്യത്തെ വിമാനത്താവളങ്ങൾ തുറന്നു. 32 വിമാനത്താവളങ്ങൾ തുറക്കാനുള്ള സുപ്രധാന തീരുമാനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ചില ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. സൈനിക തല ചർച്ചയിൽ നിന്ന് പാകിസ്ഥാന്റെ DGMO പിന്മാറാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലുമാണോ സംഭവിച്ചിട്ടുള്ളത്? മനുഷ്യ ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. 12 മണിക്കായിരുന്നു ഈ DGMO തലത്തിലുള്ള ചർച്ച നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇത് കൂടുതൽ മണിക്കൂറുകൾ വൈകുമെന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വൈകിട്ടോടുകൂടി ഈ ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് ദേശീയ മാധ്യമങ്ങളടക്കം CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് രാവിലെ മുതൽ തന്നെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ വെടിനിർത്തൽ വന്നതിന് ശേഷം, അത് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വെടിനിർത്തൽ അവർ പൂർണ്ണമായും പാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിർത്തിയിലൊക്കെ തന്നെ വ്യോമാക്രമണമോ അല്ലെങ്കിൽ മറ്റ് ആക്രമണമോ ഒന്നും തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതൊരു അനുകൂല നിലപാടായി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ചർച്ചയ്ക്ക് DGMOയുടെ ഭാഗത്തുനിന്ന് അവരുടെ DGMO പങ്കെടുക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷെ നിലവിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 2:30 ഇത്തരത്തിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു മീറ്റിംഗിന് കഴിഞ്ഞതിന് ശേഷം അതിലുണ്ടാകുന്ന നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിശദാംശങ്ങൾ ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കുവെക്കുമെന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മീറ്റിംഗ് വൈകുന്നതോടുകൂടി വാർത്താ സമ്മേളനം നീണ്ടുപോകാനുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ സൈനിക തലത്തിലുള്ള ഒരു ചർച്ചകൾ മാത്രമേ ഈ DGMO തലത്തിൽ ഉണ്ടാകൂ എന്ന് നേരത്തെ തന്നെ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടാകില്ല. നയതന്ത്ര തലത്തിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അത് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ചർച്ചകളും ഇന്നുണ്ടാകില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതായിട്ടില്ല എന്നാണ് തീരുമാനിക്കുകയും ഇന്ത്യ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്ന് അതിർത്തി പൊതുവെ ശാന്തമാണ്. സംഘർഷ ദിനങ്ങൾക്ക് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം പാക് ഷെല്ലാക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല. അതേസമയം അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായുള്ള നിരന്തര സംഘർഷങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി അതിർത്തി മേഖലകൾ സാധാരണ നിലയിലെത്തി. പാക് ഷെല്ലാക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല. പരിഭ്രാന്തിയുടെ നാളുകൾക്ക് ശേഷം സമാധാനം പുലർന്നതിന്റെ ആത്മവിശ്വാസത്തിലുമാണ് ജനങ്ങൾ. രാജസ്ഥാൻ, ജമ്മു, പഞ്ചാബ് അതിർത്തികളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെടിനിർത്തലിന് പിന്നാലെ പഞ്ചാബിലെ അമൃത്സർ, ജമ്മു കാശ്മീരിലെ രജൌരി,
അഗ്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ജമ്മു കാശ്മീരിലെ പൂഞ്ച്, കുപ്വാര, ബാരാമുള്ള തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഏകദേശം 1.25 ലക്ഷത്തോളം പേരെ മാറ്റി താമസിപ്പിച്ചിരുന്നു. നിലവിൽ ഈ മേഖലകളിൽ ഷെല്ലാക്രമണങ്ങളിൽ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഉടനെ ജനങ്ങളെ തിരികെ അയക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. അതിനിടെ സംഘർഷത്തെ തുടർന്ന് പഞ്ചാബിൽ അടച്ച സ്കൂളുകളും മറ്റും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും പ്രവർത്തിക്കില്ല. ജമ്മു കാശ്മീരിൽ ഈ മാസം 14 വരെയുള്ള പരീക്ഷകൾ മാറ്റിവെച്ചു. അതേസമയം വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിൽ ഇന്ത്യ കനത്ത ജാഗ്രത തുടരും. നിലവിൽ വിന്യസിച്ചിട്ടുള്ള സേനാ വിഭാഗങ്ങളെ ഉടൻ പിൻവലിക്കില്ല. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുമാണ് സേനകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് പോലീസിലെയും സൈന്യത്തിലെയും ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. പാക് പഞ്ചാബിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ, മേജർ ജനറൽ റാവു ഇമ്രാൻ, അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഖാൻ, പാകിസ്ഥാൻ പഞ്ചാബ് നിയമസഭാംഗം ഉസ്മാൻ അൻവർ, മാലിക് സുഹൈബ് അഹമ്മദ് എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ബഹാവൽപൂരിലെ മുരിദ്കയിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാരത്തിലാണ് ഇവർ പങ്കെടുത്തത്. കശ്മീർ വെടിനിർത്തലിലെ അമേരിക്കൻ പങ്കിൽ സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസ്. സിംല കരാർ ലംഘിക്കപ്പെട്ടുവെന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഇതിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി അടിയന്തരമായി പാർലമെന്റ് ചേരണമെന്നും കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. സിംല കരാർ ലംഘിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. കാശ്മീരും ഇന്ത്യയും തമ്മിൽ കാശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടായാൽ അവിടെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള സിംല കരാർ ലംഘിച്ചോ? ഡൊണാൾഡ് ട്രംപ് എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. സർക്കാരിന്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നമ്മുടെ വിദേശ നയത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ആവശ്യമുണ്ട്. അതിന് അടിയന്തരമായിട്ടും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചുകൂട്ടണം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ആരെയും കുറ്റപ്പെടുത്താനും വിചാരണ ചെയ്യാനുമല്ല. സൈബർ ആക്രമണം ശക്തമായതോടെ എക്സ് അക്കൗണ്ട് പൂട്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ സൈബർ ആക്രമണം ശക്തമായതോടെയാണ് അക്കൗണ്ട് പൂട്ടിയത്. വിക്രം മിസ്രിക്ക് പിന്തുണയുമായി IAS അസോസിയേഷനും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വിവരങ്ങൾ രാജ്യത്തെ അറിയിച്ചതിൽ പ്രധാന പങ്കാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വഹിച്ചത്. മേജർ സോഫിയ ഖുറേഷിക്കും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനുമൊപ്പം വാർത്താസമ്മേളനങ്ങൾ നയിച്ചതും ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യവും വ്യക്തവുമായി കാര്യങ്ങൾ ലോകത്തെ ധരിപ്പിച്ചതും മിസ്രിയായിരുന്നു. 10:05 നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയായ വിവരം അറിയിച്ചതോടെയാണ് മിസ്രിക്കെതിരായ സൈബർ ആക്രമണം തുടങ്ങിയത്. വഞ്ചകൻ, ദേശദ്രോഹി, പാകിസ്ഥാൻ ചാരൻ തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് മിസ്രിക്ക് നേരെയുണ്ടായത്. മിസ്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ തുടങ്ങിയ ആക്രമണം പിന്നീട് പെൺമക്കളിലേക്ക് വരെയെത്തി. മകളുടെ പൌരത്വവും അഭിഭാഷക എന്ന നിലയിൽ റോഹിംഗ്യകൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളും വരെ ആരോപണത്തിന് ആയുധമാക്കി. സഹികെട്ടതോടെയാണ് മിസ്രി എക്സ് അക്കൗണ്ട് പൂട്ടിയത്. സൈബർ ആക്രമണങ്ങളെ IAS IPS അസോസിയേഷനുകൾ അപലപിച്ചു. സമഗ്രവും സത്യസന്ധവുമായി ജോലി ചെയ്യുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സമൂഹമാധ്യമത്തിലൂടെ അപലപിക്കുന്നത് ഖേദകരമാണെന്നും പൊതുസേവനത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും IAS അസോസിയേഷൻ എക്സിൽ കുറിച്ചു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അനാവശ്യ ആക്രമണം അസഹനീയമെന്ന് IPS അസോസിയേഷനും എക്സിലൂടെ പ്രതികരിച്ചു. മിസ്രിക്കെതിരായ സൈബർ ആക്രമണം രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തു. മിസ്രിയെ പിന്തുണച്ചും സംഘപരിവാറിനെ രൂക്ഷമായി വിമർശിച്ചും CPM രാജ്യസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് ജോൺ ബ്രിട്ടാസ് രംഗത്തു വന്നു. യുദ്ധവെറിയിൽ ആറാടിയിരുന്ന സംഘപരിവാറുകാർ മിസ്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണെന്നും സംഘപരിവാർ എന്താണെന്ന് ഒരിക്കൽ കൂടി വെളിപ്പെട്ടുവെന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും മിസ്രിയെ പിന്തുണച്ച് രംഗത്തുവന്നു. 1998 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ് വിക്രം മിസ്രി. പ്രധാനമന്ത്രിമാരായ IK ഗുജറാൽ, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യ പാക് സംഘർഷം അയഞ്ഞതോടെ വൻ കുതിപ്പ് നടത്തി ഓഹരി വിപണി. വ്യാപാരം തുടങ്ങിയ ഉടനെ സെൻസസ് 1900 പോയിന്റ് കുതിച്ചു. നിഫ്റ്റി 24,600 പിന്നിടുകയും ചെയ്തു. BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം 11.1 ലക്ഷം കോടി ഉയർന്ന് 427.49 കോടിയായി. ചൈനയുമായുള്ള വ്യാപാര കരാറിന്റെ പുരോഗതിയും ആഗോളതലത്തിൽ വിപണിക്ക് തുണയായിട്ടുണ്ട്. വാൾസ്ട്രീറ്റ് മികച്ച നേട്ടമുണ്ടാക്കി. ഇതേ തുടർന്ന് ആഗോള വിപണികളും അനുകൂലമായി പ്രതികരിച്ചതോടെ ഏഷ്യൻ സൂചികകളിൽ നേട്ടം പ്രതിഫലിച്ചു.
നിരവധി പോർവിളികൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും ഒടുവിൽ യുക്രൈൻ റഷ്യ സമാധാന ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. മെയ് 15-ന് യുക്രൈനുമായി സമാധാന ചർച്ചകൾ വീണ്ടും തുടങ്ങാൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചതിന് പിന്നാലെ സമ്മതമറിയിച്ച് സെലൻസ്കിയും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം വെടിനിർത്തലിന് റഷ്യ തയ്യാറാവണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇസ്താംബൂളിൽ മെയ് 15-ന് യുക്രൈനുമായി നേരിട്ട് ചർച്ചകൾ നടത്താമെന്ന് പുടിൻ നിർദ്ദേശം വെച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് സെലൻസ്കിയുടെ പ്രതികരണം. ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് റഷ്യ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. നല്ലൊരു സൂചനയാണിത്. ലോകം മുഴുവൻ വളരെ കാലമായി ഇതിനായി കാത്തിരിക്കുകയാണെന്ന് സെലൻസ്കി പറഞ്ഞു. സമാധാന ചർച്ചയെന്ന നിർദ്ദേശത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്വാഗതം ചെയ്തതോടെ മേഖലയിൽ സമാധാനം പുലരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷേ പുടിന്റെ നിർദ്ദേശം സ്വാഗതം ചെയ്തെങ്കിലും ഏതൊരു യുദ്ധം നിർത്തുന്നതിലെയും ആദ്യ നടപടി വെടിനിർത്തലാണെന്നും അതിന് റഷ്യ തയ്യാറാകണമെന്നും സെലൻസ്കി അഭിപ്രായപ്പെട്ടു. ചർച്ചകൾക്ക് സൗകര്യമൊരുക്കുന്നതിനെക്കുറിച്ച് തുർക്കി പ്രസിഡന്റ് ത്വയ്യിബ് എർദോഗാനുമായി സംസാരിക്കും. അതേസമയം അമേരിക്കയ്ക്ക് പിന്നാലെ യൂറോപ്യൻ നേതാക്കളെല്ലാം പുടിനെതിരെ ശബ്ദമുയർത്തുകയാണ്. 30 ദിവസത്തെ വെടിനിർത്തൽ നടപടിയായില്ലെങ്കിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, പോളണ്ട് തുടങ്ങിയ രാഷ്ട്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ്, പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നിവർ ഇന്നലെ കീവിലെത്തുകയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ആദ്യമായാണ് യൂറോപ്യൻ നേതാക്കൾ സംയുക്ത സന്ദർശനം നടത്തുന്നത്. എന്നാൽ യൂറോപ്യൻ നേതാക്കൾ നിർദ്ദേശിച്ച വെടിനിർത്തൽ അന്ത്യശാസനം വ്ളാഡിമിർ പുടിൻ നിരസിക്കുകയാണ് ചെയ്തത്. കീവുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്താനും നേതാക്കൾ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പുടിൻ തയ്യാറല്ലെന്നാണ് അറിയിച്ചിരുന്നത്. 2022 ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈനെതിരായ യുദ്ധം ആരംഭിച്ചത്. ഇതിനുശേഷം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ പലതും നടന്നെങ്കിലും വിജയം കണ്ടിരുന്നില്ല. 3 വർഷങ്ങൾക്കിപ്പുറം ഇരു നേതാക്കളും ചർച്ചയ്ക്ക് പച്ചക്കൊടി കാട്ടിയതോടെ മേഖലയിൽ സമാധാനം പുലരുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഏകപ്രതിയായ കേഡൽ ജെൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കേസിലെ ഏകപ്രതിയാണ് കേഡൽ ജെൻസൺ രാജ. മാതാപിതാക്കളും സഹോദരിയും ബന്ധുവും ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തിയ കേസിലാണ് കേഡൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. 8 വർഷം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. 2017 ഏപ്രിൽ 9-നാണ് കൊലപാതകം നടന്നത്. വിചാരണ തുടങ്ങുവാൻ വൈകിയിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിലാണ് വിചാരണ തുടങ്ങിയത്. പ്രതിക്ക് മാനസിക വൈകല്യം ഉണ്ട് എന്ന് നേരത്തെ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതാണ്. പക്ഷേ പിന്നീട് മെഡിക്കൽ ബോർഡിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് കിട്ടിയതോടുകൂടിയാണ് കേസിൽ വിചാരണ തുടങ്ങിയത്. അങ്ങനെ കേഡൽ നാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു. കേഡൽ ജെൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, എന്തെല്ലാമാണ് വിവരങ്ങൾ? എപ്പോഴാണ് ശിക്ഷ വിധിക്കുക? മഞ്ജുഷ, ഇപ്പോൾ 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വലിയ വാദപ്രതിവാദം നടന്ന കേസാണ്. നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിയുടെ മനോനിലയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ മാനസിക നിലയ്ക്ക് തകരാറുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടാണെങ്കിൽ പിന്നീട് അത്തരത്തിലുള്ള പരിശോധനകൾ കഴിയുന്നതോടുകൂടി അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തി. 2017-ലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ആദ്യം 4 ദിവസം, ഏപ്രിൽ 6-ന് ആദ്യത്തെ കൊലപാതകം, 5-ന് ആദ്യത്തെ 3 കൊലപാതകങ്ങൾ, 6-ന് വീട്ടിൽ ജോലിക്ക് വന്ന ലളിത എന്ന സ്ത്രീയെ കൊല്ലുന്നു. ആദ്യ ദിവസത്തെ കൊലപാതകത്തിൽ മാതാപിതാക്കളും സഹോദരിയുമാണ് ഇങ്ങനെ ഇരയാക്കുന്നത്. അതിനുശേഷം 7-ാം തീയതി ആ വീട്ടിലേക്ക്, മൃതദേഹങ്ങൾ ആ വീട്ടിലുള്ളപ്പോൾ തന്നെ വീട്ടിലേക്ക് കേബിളിന്റെ ആൾക്കാർ വരുന്നു. പണം വാങ്ങുന്നതിന് വേണ്ടി വലിയ സാമ്പത്തിക ശേഷിയുള്ള വീടാണ്. അവിടേക്ക് ബാങ്കിന്റെ പ്രതിനിധികൾ വരുന്നു. അപ്പോഴൊക്കെ തന്നെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് കേതൻ അവരോട് പെരുമാറുന്നത്. അതിനുശേഷം 8-ന് ഇയാൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നു. ഇതിൽ ലളിതയുടെ മൃതദേഹം കത്തിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ ഈ മൃതദേഹം ശുചിമുറിയിൽ കത്തിച്ച ശേഷം ചെന്നൈയിലേക്ക് കടക്കുകയാണ്. പിന്നീട് 11-നാണ് പോലീസിന്റെ കയ്യിൽ ഇയാളെ ലഭിക്കുന്നത്. അത് മുതൽ ചോദ്യം ചെയ്തതോടെയാണ് ഇയാളുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉയരുന്നത്. ഇയാൾ വിദേശത്ത് പഠനത്തിന് പോയിരുന്നു, ഓസ്ട്രേലിയയിൽ. അവിടെ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു ദുർമന്ത്രവും
കുടുംബവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏർപ്പെടുകയും ഈ ബന്ധുക്കളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുന്നതിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്തിയെന്ന കാര്യം വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ വീട്ടുകാരോട് തനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ് പ്രതി പറയുന്നത്. ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതി ഇന്നിപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നാളെ എന്ത് ശിക്ഷ നൽകണം എന്ന കാര്യത്തിൽ വാദം നടക്കും. ഒരുപക്ഷെ ഈ വാദത്തിന് ശേഷം നാളെ തന്നെ അന്തിമമായ ശിക്ഷാവിധി പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ മറ്റൊരു ദിവസമായിരിക്കും ശിക്ഷ എന്ത് എന്ന കാര്യത്തിൽ കോടതി കാര്യങ്ങൾ വ്യക്തമാക്കും. വിനോദ് പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഈ കൊലപാതകം പുറത്തറിഞ്ഞപ്പോൾ തുടക്കത്തിൽ ഇത് ഈ ദുർമന്ത്രവാദം, അതുപോലെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ആകർഷനായിരുന്ന ഈ പ്രതി കേഡൽ ജിൻസൺ രാജ അങ്ങനെ ആണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിലേക്കായിരുന്നുവല്ലോ. പക്ഷേ പിന്നീട് പോലീസിന് വ്യക്തമാവുകയായിരുന്നില്ലേ ഈ കുടുംബവുമായിട്ടുള്ള പ്രശ്നമാണ്, അച്ഛനോടുള്ള വൈരാഗ്യമാണ് ഇതിന് കാരണം, ബാല്യകാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവഗണന നേരിട്ടു, ഇതൊക്കെ പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നുവല്ലോ. പ്രോസിക്യൂഷൻ വാദിച്ചതും ഇത് തന്നെയായിരുന്നല്ലോ, ഇതിലൂന്നിയുള്ള വാദമായിരുന്നുവല്ലോ. കുടുംബവുമായിട്ടുള്ള വൈരാഗ്യം അതാണ് പ്രതിയെ ഈ ഒരു ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്ന്. ഇതിലിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം, സഹോദരി കരോളിൻ, ബന്ധുവായ ലളിത എന്നിവരാണല്ലോ. സാമ്പത്തികമായും ഉയർന്ന നിലയിൽ കഴിഞ്ഞവരാണ്. അങ്ങനെ ഒരു കുടുംബത്തെ ആകെ ഇല്ലാതാക്കിയിരിക്കുകയായിരുന്നുവല്ലോ ഈ പ്രതി. തീർച്ചയായും അങ്ങനെ തന്നെയാണ് മഞ്ജുഷ. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഇങ്ങനെ കുടുംബവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുട്ടിക്കാലം മുതൽ തനിക്ക് അവഗണന നേരിടേണ്ടി വന്നു എന്ന കാര്യമൊക്കെ പറയുന്നത്. അവിടെയും മറ്റു ചില കാര്യങ്ങൾ വന്നത് ഇയാളുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടാകുകയും ഇതേ തുടർന്നുള്ള ചോദ്യം ചെയ്യലും മറ്റ് പരിശോധനകളും നടത്തിയപ്പോഴാണ് ഈ ഉപരിപഠനത്തിനായി വിദേശത്ത് പോയപ്പോൾ അവിടെ ഈ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട ആളുകളുമായി പരിചയത്തിലാവുകയും അതിൽ ആകൃഷ്ടനാവുകയും ചെയ്തു എന്ന മൊഴി ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായും പോലീസിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം വലിയ സ്വത്തുള്ള കുടുംബമാണ്. ഇവരെല്ലാം തന്നെ ഇല്ലാതായാൽ ഈ സ്വത്തുക്കളെല്ലാം ഇയാളിലേക്ക് വന്നു ചേരും. അപ്പോൾ അതിന്റെ സാധ്യതയൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നു. പിന്നീടാണ് ഈ കുടുംബാംഗങ്ങളോട് തനിക്ക് ശത്രുത ഉണ്ടായിരുന്നു എന്ന കാര്യം പ്രതി പറയുന്നത്. അത് തന്നെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആസ്ട്രൽ പ്രൊജക്ഷന്റെ കാര്യം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അക്കാര്യങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നില്ല. മാത്രമല്ല മെഡിക്കൽ ബോർഡിന്റെ ഏറ്റവും ഒടുവിലത്തെ പരിശോധനയിൽ, വിചാരണാഘട്ടം തുടങ്ങുന്നതിന് മുൻപുള്ള പരിശോധനയിൽ ഇയാളുടെ മാനസിക നിലയിൽ അങ്ങനെ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ പ്രതിയാകട്ടെ ജയിലിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആത്മഹത്യക്ക് ഇടയ്ക്ക് ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നിലയുണ്ടായി. ഒറ്റയ്ക്ക് കഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവിടെയും നടത്തിയത്. ഏതായിരുന്നാലും ഈ പരിശോധനകളെല്ലാം മെഡിക്കൽ വൈദ്യശാസ്ത്രപരമായുള്ള എല്ലാ കാര്യവും വൈദ്യശാസ്ത്രത്തിന്റെ ആ ഒരു സഹായം കൂടി തേടിയാണ് ഈ കേസിന്റെ നടപടികളുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോയത്. ഈ പരിശോധനകളിൽ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായി തെളിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഈ സ്വത്തിന്റെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. മാതാപിതാക്കളെയും സഹോദരിയെയും കൊല്ലുന്നതിന് ഇങ്ങനെ ഒരു വൈരാഗ്യം, ഇവരോടുള്ള കാലങ്ങളായി ഉണ്ടായിരുന്ന വൈരാഗ്യം കാരണമായി എന്നതാണ് പറയുന്നത്. ഒരുപക്ഷെ മഞ്ജുഷ, നമുക്ക് ഈ സമീപകാലത്ത് അഫാന്റെ കേസ് വന്നപ്പോൾ അങ്ങനെ 5 പേരെ കൊലപ്പെടുത്തിയ ഒരു സംഭവം, അതുപോലെ ആ സമയത്ത് 2017 കേരളത്തെ നടുക്കിയ ഒരു കൊലപാതക പരമ്പരയാണ് നൽകിയത്. കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു. ഒരാൾ ഒറ്റയ്ക്ക്, അതും മാതാപിതാക്കളെയും സഹോദരിയെയും അടുത്ത ബന്ധുവിനെയും കൊലപ്പെടുത്തി എന്നുള്ളത്. ഇപ്പോൾ കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. അമേരിക്ക ചൈന തീരുവ തർക്കത്തിന് താൽക്കാലിക പരിഹാരം. പുതിയ തീരുവകൾ 90 ദിവസത്തേക്ക് പിൻവലിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നിരക്ക് 145 നിന്ന് 30 കുറച്ചു. വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ്. മനു, ഇന്നൊരു സംയുക്ത പ്രസ്താവന ഉണ്ടാകുമെന്ന് ആയിരുന്നു നേരത്തെ സൂചനകൾ വന്നിരുന്നത്. ഇപ്പോൾ എന്താണ് തീരുമാനമായിട്ട് വന്നിട്ടുള്ളത്? സംയുക്ത പ്രസ്താവനയിൽ ആണ് അമേരിക്കയും ചൈനയും തീരുവ സംബന്ധിച്ചുള്ള യുദ്ധം അല്ലെങ്കിൽ തർക്കം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 90 ദിവസത്തേക്ക് ഈ തർക്കം വേണ്ട എന്ന നിലപാടാണ്. ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഇനി 10% തീരുവ മാത്രമേ ചുമത്തൂ. അതേസമയം അമേരിക്കയാകട്ടെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 30% തീരുവ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 രാജ്യങ്ങളും 115% തീരുവ ചുമത്തിയത് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല ട്രംപ് വെള്ളിയാഴ്ച ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ചൈനീസ് മാർക്കറ്റ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തുറന്നു നൽകണം, കൂടുതൽ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ ചൈന തയ്യാറാകണം തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു.
അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന 10%-നൊപ്പം 20% ഒരു തീരുവ മാത്രമേ ഇപ്പോൾ ബാധകമാകുള്ളൂ. വെള്ളിയാഴ്ച ട്രംപ് ഇത് 80% വരെ നൽകണം എന്നൊരു നിലപാടായിരുന്നു. പക്ഷേ അത് അവസാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകുകയാണ്. ഏതായാലും ചൈനീസ് വൈസ് പ്രീമിയർ ഹി ലൈഫിങ്ങും അതുപോലെ US-ന്റെ വാണിജ്യ പ്രതിനിധി ജെമിസൺ ഗ്രീറും തമ്മിൽ നടത്തിയ ഒരു ചർച്ചയിലാണ് കാര്യങ്ങൾ കൂടുതൽ ഒരു വ്യക്തതയിലേക്ക് വന്നിരിക്കുന്നത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ആദ്യം തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിരുന്നു. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള തീരുവ തർക്കത്തിന് താൽക്കാലിക പരിഹാരമാണ് ഉണ്ടായിരിക്കുന്നത്. വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് താരം കരിയറിലെ നിർണായകമായ പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മധ്യനിരയിൽ പരിചയസമ്പന്നനായ ഒരു താരത്തിന്റെ വലിയ വിടവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ. റെഡ് ബോൾ ക്രിക്കറ്റിലും വിരാട് കോഹ്ലിയുടെ പ്രകടനങ്ങൾക്ക് സമാനതകളില്ല. കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിലെ ബ്രാൻഡായി വളർന്ന പതിറ്റാണ്ടുകൾ. ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്ത് വരെ എത്തിയ കോഹ്ലി അവിടെയും റെക്കോർഡ് സ്വന്തമാക്കി. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളിലേക്ക് ഇന്ത്യയെ നയിച്ച നായകനായി. നയിച്ച 68 മത്സരങ്ങളിൽ 40-ലും വിജയം. ടെസ്റ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ 4ാമത്തെ താരം. ക്യാപ്റ്റനായിരിക്കുന്ന കാലത്ത് ബാറ്ററായും തിളങ്ങി. 7 ഇരട്ട സെഞ്ചുറികൾ. Square and a remarkable player has adorned a remarkable day's cricket. 22nd Test 100 for Virat Kohli, his first in England. 2 ആഴ്ച മുൻപാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കാനുള്ള സന്നദ്ധത BCCI അറിയിച്ചത്. ഇംഗ്ലണ്ട് പരമ്പരയിലെങ്കിലും കളിക്കണമെന്ന് BCCI അഭ്യർത്ഥിച്ചെങ്കിലും കോഹ്ലി ഇതിന് മറുപടി നൽകിയിരുന്നില്ല. മുതിർന്ന താരങ്ങളെ ബന്ധപ്പെട്ട് വിരാട് കോഹ്ലിയെ വിരമിക്കൽ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ BCCI ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. ഇതിന് പിന്നാലെയാണ് കോഹ്ലി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ വിടവാങ്ങുന്നു. ക്രിക്കറ്റിനോടും സഹതാരങ്ങളോടും എന്നെ കരുത്തരാക്കിയ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. എക്കാലവും ഞാൻ ടെസ്റ്റ് കരിയർ സന്തോഷത്തോടെ ഓർക്കുമെന്നും വിരാട് കോഹ്ലി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ടെസ്റ്റിൽ കോഹ്ലിയുടെ അരങ്ങേറ്റം. ഈ വർഷം ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് അവസാനമായി കളിച്ചത്. ടെസ്റ്റിൽ 14 സീസണുകളിലായി ഇന്ത്യൻ കുപ്പായമണിയുന്ന കോഹ്ലി 123 ടെസ്റ്റുകളിൽ കളിച്ചു. 9230 റൺസ് നേടി. T20 ലോകകപ്പ് വിജയത്തിന് ശേഷം 2020 ക്രിക്കറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം കോഹ്ലി വിരമിച്ചിരുന്നു. ഏകദിനത്തിൽ മാത്രമാവും വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തെ ഇനി നമുക്ക് കാണാൻ കഴിയുക. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8880, പവന് 71,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7320, പവന് 58,560. വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം അശ്വതി ചേരും.